വെൽക്കം ബാക്ക് ടു കെറ്റ്ലാംഗ്രാഡ്സ്. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ടൂറിന് പോവുകയാണ്. ഭോപ്പാലിലെ ഏറ്റവും ദുരൂഹവും ഹോണ്ടഡ് എന്ന് വിശേഷിക്കപ്പെടുന്നതുമായ ഒരു പഴയ പാലസ് എക്സ്പ്ലോർ ചെയ്യാനാണ് ഇന്നത്തെ യാത്ര. ഈ സ്ഥലത്തെക്കുറിച്ച് ഒരുപാട് കഥകളും വിശ്വാസങ്ങളും ഇന്നും പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടൂർ ആവേശവും കൗതുകവും നിറഞ്ഞതായിരിക്കും. ഇനി സമയം കളയാൻ നമ്മുടെ ടൂർ ആരംഭിക്കാം. മമ്മിയും ചേട്ടനും ഞാനും കൂടിയാണ് ഈ യാത്രയ്ക്ക് ഇറങ്ങിയത്. ഒരു കാറിലാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. പോകുന്ന വഴിയുടെ ഇരുവശങ്ങളും ചുമന്ന പൂക്കൾ നിറഞ്ഞ മനോഹരമായ കാഴ്ചകളായിരുന്നു. ഗ്രാമപ്രദേശങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ദൂരെ നിന്ന് തന്നെ നമുക്ക് ആ പാലസ് കാണാൻ കഴിയും. ഗ്രാമത്തിന് നടുവിലായി ഉയർന്നു നിൽക്കുന്ന ഈ പാലസ് ദൂരെ നിന്ന് തന്നെ ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. അന്ന് നല്ല ചൂടുള്ള ദിവസമായിരുന്നു. സൂര്യൻ ശക്തമായി തിളങ്ങുന്നുണ്ടായിരുന്നെങ്കിലും പാലസ് കാണാനുള്ള ആവേശത്തിൽ ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ പതിയെ പാലസിനടുത്ത് എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം നമുക്ക് കുറച്ചുകൂടെ അടുത്തായിട്ട് നമുക്ക് പാലസ് കാണാം. അങ്ങനെ ഞങ്ങൾ പാലസിൻ്റെ താഴെയുള്ള ഭാഗത്ത് എത്തി. അപ്പം നമ്മുടെ കാറ് പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രൈവറോട് ചോദിച്ചു കൂടെ വരുന്നുവെന്ന്. അപ്പോഴാണ് ഡ്രൈവറിന് പേടിയാണ് അവിടെ വരാൻ. അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള ഗ്രാമവാസികളോട് സംസാരിച്ചപ്പോഴാണ് ഈ പാലസിലേക്ക് എത്താൻ നല്ല കയറ്റം കയറേണ്ടി വരുമെന്ന് മനസ്സിലായത്. മമ്മിക്ക് ഇത്രയും കയറ്റം കയറി നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മമ്മി താഴെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. ഞാനും ചേട്ടനും മാത്രമാണ് പാലസിലേക്ക് പോകാൻ തുടങ്ങിയത്. ഗ്രാമവാസികളിൽ നിന്ന് മറ്റൊരു കൗതുകരമായ കാര്യവും കേൾക്കാൻ കഴിഞ്ഞു. ഈ പാലസിൻ്റെ ഉള്ളിലേക്ക് നാട്ടുകാർ അധികം വരാറില്ലെന്നാണ് അവർ പറഞ്ഞത്. ചിലർ ഭയം കൊണ്ടും ചിലർ പഴയ വിശ്വാസങ്ങൾ കൊണ്ടും ഈ സ്ഥലം ഒഴിവാക്കാറുണ്ടത്രേ. അത് കേട്ടപ്പോൾ തന്നെ പാലസിനെക്കുറിച്ചുള്ള ഞങ്ങളുടെ കൗതുകം കൂടുതൽ വർദ്ധിച്ചു. ഞങ്ങൾക്ക് ചേട്ടനും എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണാൻ പോകാൻ. അങ്ങനെ പാലസിൻ്റെ പ്രധാന കവാടം കടന്ന് ഞങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചു. ആദ്യം കുറച്ച് പതുക്കെയായിരുന്നു നടത്തം. കാരണം ചുറ്റുമുള്ള ഓരോ കാഴ്ചയും ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. ആ ഫസ്റ്റ് കവാടം കയറി വരുമ്പം തന്നെ ചെറിയ പടിയാണ് കവാടത്തിന് മുകളിലോട്ട് പോകാനുള്ളത്. നടക്കുന്ന വഴിയുടെ ഇരുവശങ്ങളിലും കാട്ടുചെടികളും പഴക്കം തോന്നിക്കുന്ന കല്ലുകൊണ്ടുള്ള നിർമ്മിതികളുടെ അവശിഷ്ടങ്ങളും കാണാമായിരുന്നു. നാട്ടുകാർ പറഞ്ഞത് വെച്ച് 20 മിനിറ്റ് കൊണ്ട് മുകളിൽ എത്താമെന്ന് പറഞ്ഞു. പക്ഷേ നല്ല വെയിൽ കാരണം ഞങ്ങൾ 2 മണിക്കൂറോളം എടുത്തു. ഞങ്ങൾ വീഡിയോ എടുക്കാനും കാഴ്ചകൾ ആസ്വദിക്കാനുമായി ഇടയ്ക്കിടെ നിർത്തിയതുകൊണ്ട് ആണ് ഈ സമയം എടുത്തത്. ഇടയ്ക്കിടെ ചെറിയ ഗോപുരങ്ങളും പഴയ മതിലുകളുടെ ഭാഗങ്ങളും കണ്ണിൽപ്പെടുന്നുണ്ടായിരുന്നു.
മുകളിലേക്ക് കയറും തോറും ചുറ്റുമുള്ള ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കൂടുതൽ വ്യക്തമായി കാണാൻ തുടങ്ങി. മുകളിലേക്ക് കയറുന്ന വഴിയിലുടനീളം ധാരാളം ലങ്കൂറുകളെ കാണാൻ കഴിഞ്ഞു. വഴിയുടെ വശങ്ങളിലെ മരങ്ങളിലും കല്ലുകളിലും ഇരുന്ന് അവ ഞങ്ങളെ നോക്കിക്കൊണ്ടിരുന്നു. ചിലത് കൂട്ടമായി ഇരിക്കുമ്പോൾ മറ്റു ചിലത് മരങ്ങൾക്കിടയിലൂടെ ചാടിക്കളിക്കുകയായിരുന്നു. ഇത് ഉണ്ടാക്കിയത് രാജാവ് ശശി. കുറച്ചു ദൂരം കൂടി പിന്നിട്ടപ്പോൾ ഞങ്ങളുടെ മുന്നിൽ ഒരു വലിയ കവാടം പ്രത്യക്ഷപ്പെട്ടു. പഴക്കം വിളിച്ചോതുന്ന ആ കൂറ്റൻ കവാടം കണ്ടപ്പോൾ തന്നെ കോട്ടയുടെ യഥാർത്ഥ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണോ തോന്നലുണ്ടായി. വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ആ കവാടം വർഷങ്ങളുടെ ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കുന്ന പോലെ തോന്നി. കുറച്ചു സമയം അവിടെ നിന്ന് കാഴ്ചകൾ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ ആ കവാടം കടന്ന് അകത്തേക്ക് പ്രവേശിച്ചു. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഗോപുരങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. അതുള്ളത് കൊണ്ട് നമുക്ക് ഇടയ്ക്കൊന്ന് ക്ഷീണം മാറ്റാൻ വേണ്ടി കയറി നിൽക്കാനും പറ്റും. അങ്ങനെ കുറേ നേരം നടന്നതിന് ശേഷം ഞങ്ങൾ മുകളിലെ ഭാഗത്തെത്തി. അവിടെ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ ആഹാ, ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. ദൂരെ വരെ പരന്നു കിടക്കുന്ന പച്ചപ്പും ചെറിയ വീടുകളും നദികളും വളഞ്ഞു പുളഞ്ഞു പോകുന്ന റോഡുകളും എല്ലാം വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു. ഇത്രയും ഉയരത്തിൽ നിന്ന് ആ ഗ്രാമത്തെ കാണുന്നത് തന്നെ ഒരു പ്രത്യേക അനുഭവമായിരുന്നു. കയറി എത്തിയ ക്ഷീണം പോലും ആ കാഴ്ചകൾ കണ്ടപ്പോൾ മറന്നുപോയി. കുറച്ച് സമയം അവിടെ നിന്ന് ചുറ്റുമുള്ള ഭംഗി ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും പാലസിൻ്റെ മറ്റു ഭാഗങ്ങൾ കാണാൻ മുന്നോട്ട് നീങ്ങി. അത് അങ്ങനെ അടുക്കും ഫുള്ള് വരും. ഞാൻ പ്യാരിയാണ് അതിനുശേഷം ഞാൻ എടുക്കാൻ കൊടുക്കും. ബാറ്റിൽമെന്റ്സ് നാട് അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. ഓരോ വളവും തിരിയുമ്പോഴും ഇപ്പോൾ എത്തിക്കാണും എന്നാണ് തോന്നിയത്. പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും കയറ്റവും വീണ്ടും വൈകിയും. കുറച്ചു ദൂരം നടന്നാൽ പാലസ് എത്തിയെന്ന് വിചാരിക്കും. എന്നാൽ യാത്ര അവിടെ തീരുന്നില്ല. വീണ്ടും മുന്നോട്ട് നടക്കണം. അങ്ങനെ ഓരോ ഭാഗവും പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ കോട്ട എത്ര വിശാലമാണെന്ന് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. നടന്നിട്ടും വഴിക്ക് ഒടുവില്ലാത്തതുപോലെ തോന്നിയെങ്കിലും മുകളിലെ കാഴ്ചകൾ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ഇതിൻ്റെ മുകളിലെല്ലാം കയറാൻ വേണ്ടി ചെറിയ ചെറിയ പടികൾ കെട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുമ്പോൾ പകുതി ആൾക്കാരും ഇറങ്ങിപ്പോരുവാണ്, നടക്കാൻ വയ്യ എന്നും പറഞ്ഞുകൊണ്ട്.
അങ്ങനെ ഏറെ നേരത്തെ നടത്തത്തിനും കയറ്റത്തിനും ശേഷം ഒടുവിൽ ഞങ്ങൾ മുകളിലെ ഭാഗത്തെത്തി. മുകളിലെത്തിയപ്പോൾ ആദ്യം ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടത് വളരെ ഉയരത്തിലും നീളത്തിലും നിലകൊള്ളുന്ന ഒരു വലിയ ഗോപുരമാണ്. അപ്പം നമ്മൾ പാലസിലെത്തിച്ചേർന്നു. ഇനി നമ്മൾ പാലസിലെ കാഴ്ചകൾ ആസ്വദിക്കാം. ഇപ്പോൾ ഞങ്ങൾ പ്രധാനമായും പാലസിൻ്റെ പുറം ഭാഗങ്ങളും പുറത്തേക്കുള്ള മനോഹരമായ കാഴ്ചകളും മാത്രമാണ് കാണിക്കുന്നത്. റേസിംഗ് ഫോർട്ട് എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ. കാരണം ഈ സ്ഥലത്ത് കാണാൻ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോ ഗോപുരത്തിനും ഓരോ ഭാഗത്തിനും പറയാനുള്ള കഥകളുണ്ട്. അതുകൊണ്ട് എല്ലാം ഒരുമിച്ച് കാണിക്കുന്നതിന് പകരം പതിയെ ഓരോ ഭാഗവും നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ പുറത്തുള്ള കാഴ്ചകൾ ആസ്വദിക്കൂ. അടുത്ത ഭാഗങ്ങളിൽ പാലസിൻ്റെ ഉള്ളിലെ കൂടുതൽ കൗതുകരമായ സ്ഥലങ്ങളും ചരിത്രത്തിൻ്റെ അടയാളങ്ങളും കാണാം. പാലസിൻ്റെ പുറത്തുള്ള മതിലുകൾ പലതും തകർന്നു പോയതാണ്. നാട്ടുകാർ പല കഥകളും പ്രചരിപ്പിക്കുന്നുണ്ട്. ചിലർ ഇത് യുദ്ധകാലത്ത് തകർന്നതാണെന്ന് പറയുമ്പോൾ മറ്റു ചിലർ ഇതിന് പിന്നിൽ ദുരൂഹമായ കഥകളുണ്ടെന്നും വിശ്വസിക്കുന്നു. യഥാർത്ഥ കാരണം എന്താണെന്ന് ഉറപ്പില്ലെങ്കിലും ആ തകർന്ന മതിലുകൾ ഈ കോട്ട കടന്നുപോയ നൂറ്റാണ്ടുകളുടെ ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു കുഴി പോലുള്ളത് കാണുന്നുണ്ടല്ലോ, അത് കണ്ടപ്പം നമ്മുടെ ഗ്രാമവാസികൾ പറഞ്ഞത് ശരിക്കും കിട്ടിപ്പോയി. പഴയ കാലത്ത് ഭടന്മാരെയോ ശത്രുക്കളെയോ ഇവിടെ കൊണ്ടുവന്ന് കൊല്ലാനാണ് ഈ കുഴി ഉപയോഗിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. അത് എത്രത്തോളം സത്യമാണെന്നറിയില്ല. പക്ഷേ ആ കുഴിയുടെ ആഴം കണ്ടപ്പോൾ ആ കഥ വിശ്വസിക്കാൻ തോന്നിപ്പോയി. എൻ്റെ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഹിസ്റ്റോറിക്കൽ പ്ലേസ് കാണാൻ പോകുന്നതും അതിൻ്റെ ഓരോ മൂലകളും കണ്ടു കഴിഞ്ഞിട്ടേ ഇറങ്ങുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ കാണുന്നത് കോട്ടയ്ക്കുള്ളിലെ ഒരു വലിയ ജലസംഭരണിയാണ്. ആദ്യം കാണുമ്പോൾ ഇതൊരു സാധാരണ കുളം പോലെയാണ് തോന്നുന്നത്. പക്ഷേ മലമുകളിലുള്ള ഈ കോട്ടയിൽ താമസിച്ചിരുന്ന ആളുകളുടെ പ്രധാന ജലസ്രോതസ്സുകളിൽ ഒന്നായിരുന്നു ഇത്. മഴവെള്ളം ശേഖരിച്ച് സൂക്ഷിക്കാനായി ഇത്തരം വലിയ ജലസംഭരണികൾ നിർമ്മിച്ചിരുന്നതായി പറയപ്പെടുന്നു. റൈസിൻ കോട്ട ഇതിൻ്റെ ജലസംഭരണ സംവിധാനത്തിന് വളരെ പ്രശസ്തമാണ്. കോട്ടയ്ക്കുള്ളിൽ നിരവധി കിണറുകളും ജലസംഭരണികളും ഉണ്ടായിരുന്നുവെന്നും അതുവഴി വർഷം മുഴുവൻ വെള്ളം ലഭിക്കുമായിരുന്നുവെന്നും ചരിത്രം പറയുന്നു. ഇനി രഹസ്യകഥയും കൂടി പറയട്ടെ. ഈ കുളത്തെക്കുറിച്ച് നാട്ടുകാർക്കിടയിൽ മറ്റൊരു കഥയും പ്രചരിക്കുന്നുണ്ട്. ഒരു കാലത്ത് രാജാവിൻ്റെ കൈവശം ഉണ്ടായിരുന്ന പരസ് പത്തർ തൊട്ടാൽ സ്വർണ്ണമാകുമെന്നാണ് വിശ്വാസമുള്ളൊരു കല്ലുണ്ട്. ശത്രുക്കളുടെ കയ്യിൽ പെടാതിരിക്കാൻ ഈ കുളത്തിലേക്ക് എറിഞ്ഞുവെന്നാണ് പറയപ്പെടുന്നത്. ഇത് ചരിത്രപരമായ തെളിവില്ലെങ്കിലും ഇന്നും പലരും ആ കഥ പറയാറുണ്ട്.
അങ്ങനെ കോട്ടയുടെ ഓരോ മൂലയും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഭാഗത്തേക്ക് പോകുമ്പോൾ പുതിയ എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ട്. നടക്കുന്നതിനിടയിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതൊരു ചെറിയ ഇടവഴി പോലെയുള്ള ഭാഗമായിരുന്നു. ആദ്യ നോട്ടത്തിൽ കാണുമ്പോൾ അതൊരു സാധാരണ വഴി പോലെ തോന്നിയെങ്കിലും പഴയ കാലത്ത് ഇത്തരം ഇടവഴികൾ സൈനികരുടെ സഞ്ചാരത്തിനോ സുരക്ഷാ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നതാകാമെന്ന് തോന്നി. കൽമതിലുകൾക്കിടയിലൂടെ നീളുന്ന ആ ഇടുങ്ങിയ വഴി കോട്ടയുടെ പഴയകാല പ്രതാപം ഓർമ്മിപ്പിക്കുന്നതാണ്. ആ ഇടവഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇനി എന്തായിരിക്കാം കാണാൻ പോകുന്നത് എന്ന കൗതുകം ഞങ്ങൾക്കുണ്ടായിരുന്നു. അവിടെ വരും, പുറകോട്ട് പോയി. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ചെറിയ ചെറിയ വാതിലുകൾ പോലുള്ള പ്രവേശന ഭാഗങ്ങൾ കാണാൻ കഴിഞ്ഞു. ഓരോ വാതിലും കടന്നു പോകുമ്പോൾ കോട്ടയുടെ മറ്റൊരു ഭാഗത്തേക്കാണ് എത്തുന്നതെന്ന് തോന്നില്ലായിരുന്നു. മുകളിലേക്കും ചുറ്റുമുള്ള മതിലുകളിലേക്കും നോക്കുമ്പോൾ വർഷങ്ങളുടെ പഴക്കം വ്യക്തമായി കാണാമായിരുന്നു. പല ഭാഗങ്ങളും കാടുകളും കാട്ടുചെടികളും കൊണ്ട് മൂടപ്പെട്ടിരുന്നു. ചില സ്ഥലങ്ങളിൽ മരങ്ങളുടെ വേരുകൾ പോലും മതിലുകൾക്കിടയിലൂടെ വളർന്നിറങ്ങിയിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ യാത്രയുടെ അവസാനിക്കുകയാണ്. ഇന്ന് നമ്മൾ ഈ കോട്ടയിലേക്കുള്ള യാത്രയും മുകളിലേക്ക് കയറിയ വഴികളും പുറത്തുള്ള കാഴ്ചകളും കോട്ടയുടെ ചില ഭാഗങ്ങളും കണ്ടു. ശരിക്കും വ്യത്യസ്തമായ അനുഭവമായിരുന്നു ഇത്. ഈ പാലസിൻ്റെയും കോട്ടയുടെയും യഥാർത്ഥ ചരിത്രവും നാട്ടുകാർ പറയുന്ന ദുരൂഹ കഥകളും ഇനിയും കാണാനുള്ള പല ഭാഗങ്ങളും ബാക്കിയുണ്ട്. അതെല്ലാം അടുത്ത വീഡിയോയിൽ വിശദമായി കാണിക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഈ പാലസിൻ്റെ ബാക്കി ഭാഗങ്ങളും അതിൻ്റെ യഥാർത്ഥ കഥകളും കൂടി കാണാം. Until then, take care and see you in the next video. Bye bye.